കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ സ്വന്തം തെക്കേ ഗോപുരനടയിൽ നിന്ന് എലിഞ്ഞിത്തറ മേളത്തിൻ്റെയും ആനച്ചമയത്തിൻ്റെയും കുടമാറ്റത്തിൻ്റെയും പൂരനഗരിയിൽ നിന്ന് ഇന്ന് ആനകൾക്ക് പകരം റോയൽ എൻഫീൽഡിൻ്റെ രണ്ട് കൊമ്പന്മാരുടെ വീഡിയോ, രണ്ട് കൊമ്പന്മാരുടെ കമ്പാരിസനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാണാം. ഒന്ന് നമ്മുടെ ഹിമാലയൻ, ഓൾ റോഡ്സ് നോ റോഡ്സ്, പ്യുവർ അഡ്വഞ്ചർ ആയിട്ടുള്ള മൈറ്റി ഹിമാലയൻ ശ്രേണിയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ആദ്യമായിട്ട് ഓഫ് റോഡിങ്ങിന് എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു വാഹനം എന്ന് എടുത്തു പറയാവുന്നൊരു വാഹനം. അതിന് വേറെ ബ്രാൻഡുകളുടെ വന്നിട്ടുണ്ട്, പക്ഷേ ഹിമാലയനാണ് ആ ഒരു മൈറ്റി ഫീൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ തന്നെ ഒരു ടോൺ ഡൗൺ വേർഷൻ എന്ന് പറയുന്നതാണ് ഗെറ്റ് സെറ്റ് സ്ക്രാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ക്രാംബ്ലറാണ്. സ്ക്രാംബ്ലറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓഫ് റോഡ് വാഹനമുണ്ട് അന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോഡിൽ ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു കംഫർട്ടബിലിറ്റി, അതിൻ്റെ ഒരു മെനൂറബിലിറ്റി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന് ലേശം മോഡിഫിക്കേഷൻസ് കൊടുത്തു കമ്പനി. എന്നിട്ട് ഇറക്കിയപ്പോഴാണ് ഇതിന് ഒരു സ്ക്രാം എന്ന് പേരിട്ടിട്ട് ഒരു ഗെറ്റ് സെറ്റ് സ്ക്രാം എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ വന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടന്നാലോ? വായോ. ഹിമാലയനും സ്ക്രാമിനും റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത് ടി സീരീസിൽ വരുന്ന LS410 എന്ന് പറഞ്ഞ എഞ്ചിനാണ്. ഇതിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി വരുന്നത് 411 cc ആണ്. ഇതൊരു സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് SOHC എയർ ഓയിൽ കൂൾഡ് പ്ലസ് ക്യാം ഷാഫ്റ്റ് ഇൻ സിലിണ്ടർ വിത്ത് 2 വാൽവ്സ് ആണ് ഇതിൻ്റെ ഒരു എൻജിൻ സ്പെക്ക് വരുന്നത്. ഇത് ഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ഹാഫ് ഡ്യൂപ്ലെക്സ് സ്പ്ലിറ്റ് ക്രാഡിൽ മേലാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ സ്പെക്ക് പ്ലസ് ഇതിൻ്റെ ചാസിയുടെ സ്പെക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വായോ. നമുക്ക് ഹിമാലയനിൽ ഫ്രണ്ട് ടയർ വരുന്നത് 90-90-21 ആണ്. ടയർ ഒന്നും കൂടി വലുതായിരിക്കും. പിന്നെ സ്പോക്ക് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രണ്ട് ടയർ 21 സൈസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓഫ് റോഡ് ചെയ്യുമ്പോൾ വലിഞ്ഞ് കയറി പോകാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. പിന്നെ എല്ലാ ഓഫ് റോഡ് വണ്ടിക്കും നിങ്ങൾ ശ്രദ്ധിച്ചോ, സ്പോക്ക് വീൽസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ടുള്ള വീലാണ്. എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്പോക്സ് ഒന്ന് വളഞ്ഞു കൊടുക്കും. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഇതൊരു ലൈവായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ 100-90-19 ആണ് സ്ക്രാമിന് കൊടുത്തിട്ടുള്ളത്. അതും സ്പോക്ക് വീൽസിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് റോഡിൽ ഓടിക്കുമ്പോൾ ഒന്നും കൂടി എളുപ്പമായിരിക്കും ഇത് ഓടിക്കാനായിട്ട്. പിന്നെ ഇനി ഇതിൻ്റെ ബ്രേക്സ് വരുമ്പോൾ ഫ്രണ്ടിൽ രണ്ടിനും കൊടുത്തിട്ടുള്ളത് നമുക്ക് 300 mm വെന്റിലേറ്റഡ് ഡിസ്ക് വിത്ത് ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സാണ് വിത്ത് 2 piston ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സാണ് രണ്ടിനും കൊടുത്തിട്ടുള്ളത്. റിയറിൽ വരുന്നത് നമുക്ക് 240 mm വെന്റിലേറ്റഡ് ഡിസ്ക്കാണ് പ്ലസ് 1 piston കാലിപ്പറാണ് പിന്നിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ രണ്ടിലുമുള്ള ബ്രേക്കിങ്ങിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ABS ആണ്. പക്ഷേ ഹിമാലയനിൽ നമുക്ക് റിയർ ABS നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഐ ബട്ടണിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ട്രാവലിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ 41 mm ഫോർക്കാണ് രണ്ട് വാഹനത്തിനും റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഈ 41 mm ഹിമാലയനിൽ ട്രാവൽ എന്ന് പറയുന്നത് 200 mm ആണ് ട്രാവൽ വരുന്നത്. നേരെ തിരിച്ച് സ്ക്രാമിലാവുമ്പോൾ ഇത് 190 ആണ് വരിക. ഇനി നിങ്ങൾ ഇതിൻ്റെ മഡ് ഗാർഡ്സ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിമാലയന് നമുക്ക് 2 മഡ് ഗാർഡ്സ് ഉണ്ടായിരിക്കും. ഒന്ന് അടിയിലുള്ള മഡ് ഗാർഡും ഒന്ന് മുകളിലുള്ളതും. ഇത് നമുക്ക് വേണമെങ്കിൽ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഇത് വേണമെങ്കിൽ ഊരി വയ്ക്കാം. ഇതിനൊരു കോൺസ്റ്റൻറ്റ് മഡ് ഗാർഡാണ്, ഊരി വയ്ക്കാവുന്നതാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫാക്ടർ വരുന്നത്. ഇനി നമ്മൾ മേളിലോട്ട് കയറുമ്പോൾ രണ്ടിനും ഹെഡ്ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത് ക്ലിയർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് ആണ്. അതിനൊരു LED ഡേ ലൈറ്റ് റണ്ണിങ് ഇതുണ്ട്, ലൈറ്റ്സ് ഉണ്ട്. രണ്ടിനും സെയിം ആണ് വരുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മീതയ്ക്ക് പോയി സ്ക്രാമിന് വരുമ്പോൾ ഇവിടെ ഒരു എസ്തെറ്റിക്കലി ഇതിനൊന്നും കൂടി ഒരു വിഷ്വലി ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ഇവിടെ ഒരു കൗള് കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ആർ ബോത്ത് ദ സെയിം. ഇനി നമ്മൾ ഹിമാലയനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ജെറി ക്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ജെറി ക്യാൻസ് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. മുകളിലോട്ട് ഒന്നും കൂടി വരുമ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ അവിടേക്ക് വരുമ്പോൾ രണ്ടിനും സെയിം ഹാൻഡിൽ ബാർസാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് ടീം വെച്ചിട്ടുള്ളതാണ്. ഇത് ഓഫ് റോഡ് ഹാൻഡിൽ ബാർസാണ്. ഇതല്ല സ്റ്റോക്ക് ഹാൻഡിൽ ബാർസ്. ഇത് റോയൽ എൻഫീൽഡ് തന്നെ വരുന്ന ഓഫ് റോഡ് ഹാൻഡിൽ ബാർസാണ്. ഒന്നുകൂടി വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ഇനി ഡിജിറ്റൽ ക്ലസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഹിമാലയൻ ആകുമ്പോൾ ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് ക്ലസ്റ്ററാണ് വരുന്നത്. ഇതിന് കിലോമീറ്റേഴ്സ് ഉണ്ടാവും, മൈൽസ് പെർ അവർ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. ടൈം ഉണ്ടായിരിക്കും, ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും, കിലോമീറ്റർ, ഓഡോമീറ്റേഴ്സ്, സർവീസ് റിമൈൻഡേഴ്സ്, പുറത്തുള്ള ടെമ്പറേച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, ട്രിപ്പ് F ഉണ്ട്, അങ്ങനത്തെ ഫുൾ കാര്യങ്ങൾ വരും. ABS ഇവിടെ ഉണ്ട്. ABS നമുക്ക് ഓഫ് ചെയ്യാനുള്ള
ഒരു ഫീച്ചർ കൂടി ഉണ്ട്, അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ RPM മീറ്റേഴ്സ് ഉണ്ട്, ഡിജിറ്റൽ ആയിട്ടുള്ള നമുക്ക് കോമ്പസ് ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ നമുക്ക് ഇതിന് ഫ്യൂവൽ ഗേജസ് വരുന്നുണ്ട്. ഈ വാഹനത്തിന് നമുക്കിതിന് ട്രിപ്പർ നാവിഗേഷനും കൂടിയുള്ളൊരു വാഹനമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഹിമാലയൻ്റെ ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ. ഇനി നേരെ നമ്മൾ സ്ക്രാമിലേക്ക് പോകുമ്പോൾ ഒരു സിംഗിൾ ക്ലസ്റ്റർ ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു ഡിജിറ്റൽ പ്ലസ് അനലോഗ് തന്നെയാണ്. ഫുൾ ഡീറ്റെയിൽസ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഓഡോമീറ്റേഴ്സ് ഉണ്ട്, നമുക്ക് ഫ്യൂവൽ ഗേജസ് ഇതിൽ തന്നെയാണ്, ഗിയർ പൊസിഷനിങ് കാണിക്കുന്നുണ്ട്, ഇതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ABS ഉണ്ട് ഇതിന്, പക്ഷേ ഇതിന് ABS ഓഫ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്നത്. ഇനി നമ്മൾ വരാൻ പോകുന്നത് ഇതിൻ്റെ ടാങ്കിൻ്റെ അവിടേക്കാണ്. രണ്ടിനും 15 ലിറ്റേഴ്സ് ടാങ്കാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പിന്നിലോട്ട് വരുമ്പോൾ നമ്മുടെ സീറ്റാണ്. ഇതൊരു സിംഗിൾ ബെഞ്ച് സീറ്റായിട്ടാണ് ഇതിനെ നമ്മൾ എടുത്തിട്ടുള്ളത്. നേരെ തിരിച്ച് നമ്മൾ ഹിമാലയനിലേക്ക് ചെല്ലുമ്പോൾ ഇതൊരു ട്വിൻ സീറ്റാണ്. ട്വിൻ ആയിട്ടുള്ള 2 പേർക്ക് ഇരിക്കാവുന്ന ടൈപ്പ് സീറ്റാണ് വരുന്നത്. പിന്നെ അതിൻ്റെ പിന്നിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിമാലയനിൽ നമുക്ക് ഈ പിന്നിലത്തെ ഗ്രാബ് റെയിലിൻ്റെ മുകളിൽ അപ് ടു 7 kgs വരെ ലോഡ് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാനിയേഴ്സ് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സ്ക്രാമേ ഉണ്ടായിരിക്കില്ല. സ്ക്രാം നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ഗ്രാബ് റെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി പിന്നിലേക്ക് വരുമ്പോൾ രണ്ടിനും ടെയിൽ ലൈറ്റ്സ് വന്നിട്ട് LED ടെയിൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റിയർ ടയർ എന്ന് പറയുമ്പോൾ നമുക്ക് 120/90/17 വരുന്നത്. ഇതൊരു ഓൾ പർപ്പസ് ടയേഴ്സാണ് റോയൽ എൻഫീൽഡ് ഹിമാലയനും സ്ക്രാമിനും കൊടുത്തിട്ടുള്ളത്. സ്ക്രാമിന് നമുക്ക് ഫ്രണ്ടിൽ ഒന്നുകൂടി വൈഡർ ടയേഴ്സാണ്, അതും ഓൾ പർപ്പസ് ടയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒന്നും കൂടി എടുത്ത് പറയേണ്ടത്, നമ്മൾ വിൻസ്ക്രീനിനെ കുറിച്ച് പറഞ്ഞില്ല. ഫ്രണ്ടിൽ സ്ക്രാമിന് വെറുതെ ഒരു കൗള കൊടുത്തിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു വിൻ സ്ക്രീൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ വിൻ ബ്ലാസ്റ്റ് നമുക്ക് അധികം ഏൽക്കാതിരിക്കാനാണ്. പിന്നെ സ്ക്രാമിന് നമുക്കിവിടെ ടാങ്കിൻ്റെ സൈഡിലൊരു കൗള് കൊടുത്തിട്ടുണ്ട്. ഈ കൗളിന് പകരമാണ് നമുക്ക് ഇവിടെ ഒരു ഗാർഡായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാണ് വരുന്നത്. ഹിമാലയൻ്റെ ഈ മോഡലിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 199 kgs ആണ്. സ്ക്രാം വരുമ്പോൾ അത് 185 ആയി. സീറ്റ് ഹൈറ്റ് സ്ക്രാമിന് വരുമ്പോൾ 795ഉം ഹിമാലയന് വരുമ്പോൾ അത് 800ഉമാണ്. ഇനി ഗ്രൗണ്ട് ക്ലിയറൻസ്, അതായത് ഒരു ഓഫ് റോഡിങ് വണ്ടിയും പിന്നെ ഒരു സ്ക്രാംബ്ലർ വണ്ടിയിലും ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ഹിമാലയൻ അത് 220 mm, അതായത് ഓഫ് റോഡ് ചെയ്യുമ്പോൾ എക്സ്ട്രീം ഓഫ് റോഡ്സ് വരുമ്പോൾ അത് നമുക്കൊന്ന് മാനുവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 220 mm കൊടുക്കുന്നത്. ഈ 220 mm കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടെറൈനേക്കൂടെയും വിശ്വസ്തമായിട്ട് കൊണ്ടുപോകാം. റോയൽ എൻഫീൽഡിൻ്റെ ശ്രേണിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൊരു വണ്ടിയാണ് ഹിമാലയൻ എന്ന് പറയുന്നത്. ഇനി സ്ക്രാമിലേക്ക് വരുമ്പോൾ ഒട്ടും കുറവല്ല, 200 mm ആണ് ഈ ഒരു റോഡ് ബൈക്ക് അല്ലെങ്കിൽ സ്ക്രാംബ്ലർ മോഡലിൽ ഈ വാഹനത്തിന് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ ഇതിൻ്റെ ക്ലാസ്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. നിങ്ങൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് 150-160 മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഓഫ് റോഡ് ചെയ്യുമ്പോൾ എല്ലാവരുടെ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനുമിക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് വരുമോ എന്നുള്ളതാണ്. റോയൽ എൻഫീൽഡ് സ്ക്രാമിനായാലും ഹിമാലയനായാലും ഇതിന് സം ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ സം ഗാർഡ്സ് ഉള്ളിടത്തോളം കാലം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ഓഫ് റോഡ് ചെയ്തോളൂ, ഒരു ഇഷ്യൂസും വരാൻ പോകുന്നില്ല. ഇനി സ്ക്രാം വരുമ്പോൾ സ്ക്രാമിന് ഒരു ചെറിയ ഡ്രോബാക്ക് ഉണ്ട്, ഇതിന് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല. നേരെ തിരിച്ച് ഹിമാലയനാകുമ്പോൾ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട്. പിന്നെ കുറേ പേരുടെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണുന്നത് റേഡിയേറ്റർ ആണോ എന്നാണ്. അത് റേഡിയേറ്റർ അല്ല, അത് ഓയിൽ കൂളറാണ് ഈ വരുന്ന ഈ സൈഡിലേക്ക് കാണുന്നത്. അടുത്തത് നമ്മുടെ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പോസ്റ്ററാണ് നോക്കുന്നത്. ഇത് ബേസിക്കലി ഒരു ഓഫ് റോഡ് പ്ലസ് ഒരു ലോങ് ടൂറിങ് എന്നുള്ള രീതിയിലുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. ഇതിന് ഒരു അഡ്വഞ്ചർ സീറ്റിംഗ് പൊസിഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. പിന്നെ ഇത് നമുക്ക് ഹിമാലയൻ എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ ഈ ഇരുന്ന് ഓടിക്കൽ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇതും എഴുന്നേറ്റ് നിന്നിട്ട് നമുക്ക് ഓടിക്കാം. ഈ എഴുന്നേറ്റ് നിന്ന് ഓടിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയിക്കോളൂ. ഇങ്ങനെ നിന്നിട്ടും ഈ വാഹനം ഓടിക്കാവുന്നതാണ്. ഇനി നേരെ നമ്മളിനി സ്ക്രാമിലേക്ക് പോവുകയാണ്. സ്ക്രാം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഒന്നും കൂടി ഒരു ഏർബനായിട്ട് നമുക്ക് ഒരു എന്താ പറയുക, സിറ്റി റൈഡിനെയൊക്കെ ബേസിക്കലി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഇതിന് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ രണ്ട് വണ്ടീനെയും കുറിച്ചിട്ടുള്ള ഒരുവിധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ. ഇനി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടി നിങ്ങൾ എടുക്കണം. ഇപ്പോൾ രണ്ടും സ്പെക്ക് വൈസും ഓൾമോസ്റ്റ് സെയിമാണ്.
പിന്നെ എസ്തെറ്റിക്കുള്ള ഡിഫറൻസുകളാണ്. പിന്നെ ഫ്രണ്ട് ടയർ സൈസും ഇതിൻ്റെ ഹിമാലയൻ ടയർ സൈസും തമ്മിലാണ് ബേസിക്കലി ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ വരുത്തേണ്ട ഒരു കാര്യമില്ല. നിങ്ങളൊരു ഹാർഡ് കോർ ആയിട്ടുള്ള ഓഫ് റോഡിങ് പ്ലസ് ഒരു അഡ്വഞ്ചർ ടൂറാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഹിമാലയൻ ആണ് നിങ്ങൾക്ക് ദി ബെസ്റ്റ്. നേരെ തിരിച്ച് നിങ്ങൾക്ക് ഡെയിലി കമ്മ്യൂട്ട് ചെയ്യണം, ടൗണിൽ കൂടെ നമ്മൾ ഈസി ആയിട്ട് മെന്യൂർ ചെയ്ത് ഭയങ്കര പെപ്പി ആയിട്ട് ഓടിക്കാവുന്ന ഒരു അർബൻ ടൈപ്പ് ഓഫ് സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രാം ആണ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത്. 2 വാഹനം നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ സൂട്ട് ആവാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ ഈ പെർസ്പെക്റ്റീവ് എല്ലാവർക്കും ശരിയാവണമെന്നില്ല. അപ്പോൾ അടുത്തുള്ള ഡീലർഷിപ്പിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വണ്ടി ഏതാ ഇഷ്ടമായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ചെയ്യില്ലേ നമ്മളിതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പവർ ഫിഗേഴ്സും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഇതിൽ. അത് നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിലുണ്ട്. അത് നിങ്ങൾ മുകളിലൊരു ഐ ബട്ടൺ ഉണ്ട്. ആ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫുൾ ഡിസ്ക്രിപ്ഷനുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് നിങ്ങൾക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഹിമാലയൻ ആണോ ഇഷ്ടമായ സ്ക്രാം ആണോ ഇഷ്ടമായ? നിങ്ങൾ ഇന്ന് ഈ കണ്ടിട്ടുള്ള കമ്പാരിസണിൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടായിരുന്നു, അറിഞ്ഞ കാര്യങ്ങളുണ്ടായിരിക്കും. അറിയാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലസ് ആ മുകളിൽ കാണുന്ന ആ ബെൽ ബട്ടണില്ലേ, അപ്പോൾ പതുക്കെ ഒരു അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും. എൻ്റെ പേര് ഫ്രാൻസിസ്, ടാക്സ് ബൈക്സിൻ്റെ DP ആണ്. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്, റൈഡ് സേഫ് ആൻഡ് ഗുഡ് ബൈ.